ഹലോ എവ്രി വൺ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. നടന്നു പോകുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പം ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് അദീനിയത്തിൻ്റെ വീഡിയോ. കുറേ തവണ അല്ല, 2 തവണ. ഫസ്റ്റ് ഞങ്ങളത് വാങ്ങിച്ചപ്പോഴും പിന്നെ അതിപ്പോൾ എങ്ങനെയാണ് പൂത്ത് ഏതുവരെ ആയി എന്നൊക്കെ കാണിക്കാൻ ഞാൻ ഇട്ടു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കാണുന്ന ആ പൂത്ത് നിൽക്കുന്ന അദീനിയം അതിനെ റിപ്പോർട്ട് ചെയ്യാണ്. അതിനെ മാത്രമല്ല, അതിൻ്റെ കൂടെ എല്ലാവരെയും റിപ്പോർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് എന്തൊക്കെയാണ് അതിലെ മിക്സ്, എന്തൊക്കെയാണ് ഞങ്ങളതിൽ ചേർക്കുന്നതെല്ലാം കാണിച്ചു തരാം. ഓക്കെ. കുറേ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ടൈം കിട്ടുമ്പോഴൊരു ഹോം ഗാർഡൻ ടൂർ ചെയ്യുന്നതാണ്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ചെടികളുടെ. എൻ്റെ അമ്മയും ചേട്ടനും സഹായിക്കേണ്ടി വരും. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു 15-20ഓളം അദീനിയം ഉണ്ട്. അതിൽ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ച ഏകദേശം ഒരു 12-15 എണ്ണം ഞങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അവർ നടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും താഴെ എവിടെയെങ്കിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കും കാണുക. അപ്പോൾ ഞാൻ ഒരെണ്ണം എങ്ങനെയാണ് ഇളക്കി എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ചെടുക്കണം, കാരണം ഇതിൻ്റെ വേര് ഒരുപാട് ആഴത്തിൽ പോവും. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വേരുകൾ പൊട്ടും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി വിട്ടുകൊടുത്ത് പതിയെ ചരിച്ച് ആ മണ്ണ് കളഞ്ഞ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ചധികം പേഷ്യൻസ് ഒക്കെ വേണം ഈ കാര്യത്തിന്. പിന്നെ അദീനിയത്തിനെ വീട്ടിൽ നോക്കുന്നതും കെയർ ചെയ്യുന്നതും എല്ലാം ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കുത്തിയിരിക്കുകയാണ്. കുറേ സമയമായിട്ട് ഒന്ന് വരുമോ എന്ന് നോക്കി. കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. അതാ ഇപ്പോൾ അത് തുറന്നു. ഇനി ഇങ്ങനെ പതുക്കെ തട്ടി ഇത് ഫുൾ നമ്മൾ വെളിയിലെടുക്കണം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, ഓ കീർത്തന വെറുതെ വീഡിയോ എടുക്കുന്നുള്ളൂ, കീർത്തനയുടെ ചേട്ടനാണല്ലോ ജോലി ചെയ്യണം. ഗൈസ്, ഇത് കണ്ടോ, ഇതാര് വൃത്തിയാക്കും? ഞാൻ വൃത്തിയാക്കണം. സോ ഇപ്പം നമ്മൾ ആ അഡീനിയം പ്ലാന്റ് കഴുകി വൃത്തിയാക്കിയ വേരിൻ്റെ ഇടയിലുള്ള മണ്ണെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി ഇതിൽ നമ്മൾ കുഞ്ഞു കുറേ റൂട്ട്സ് കാണുന്നില്ല, എക്സ്ട്രാ റൂട്ട്സ്, ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പ്ലാന്റ് ചെയ്യാൻ പോണത്. ഇത് ഫംഗൽ പൗഡറാണ്. ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കടകളിലൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ഫംഗൽ പൗഡർ എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് കട്ട് ചെയ്യുന്ന കത്തിയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള പുതിയ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതുപോലെയുള്ള കുഞ്ഞു റൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ പുതിയ ഗ്രോത്ത് വരും. അപ്പോൾ അത് പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്തുകൂടാ. അതെന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ ഡീക്കേ ചെയ്യാതിരിക്കാൻ, അവിടെ നിന്ന് വളരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടെ കട്ടിക്ക് ഈ ഫംഗൽ പൗഡർ കലക്കി അവിടെ ഇങ്ങനെ ജസ്റ്റ് പേസ്റ്റ് പോലെ വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കുറേ സമയം ഒരു ദിവസവും 2 ദിവസമൊക്കെ വേണമെങ്കിൽ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മണ്ണൊക്കെ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ അദീനിയങ്ങളൊക്കെ നടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സോയിൽ മിക്സിംഗ് ആണ്. ആദ്യം നമ്മൾ ഓൾറെഡി അദീനിയം പണ്ട് നട്ടു വെച്ചിരുന്ന ആ സെയിം മണ്ണ് തന്നെ എടുത്തു. കാരണം അതിൽ ഓൾറെഡി കുറേ സാധനങ്ങളൊക്കെ പണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി കാണും. എന്നാലും അതിലോട്ട് ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ ചേട്ടനി എടുത്ത് പൊട്ടിച്ച് എടുക്കുന്ന സാധനം എല്ലുപൊടിയാണ്. ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ്. ഞാൻ പണ്ടെപ്പോഴും മുളപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അത് ആദ്യം നമ്മൾ ഒന്ന് നന്നായിട്ട് വെതറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് എടുക്കുന്നത്. ചാണകപ്പൊടി ഇതുപോലെ പാക്കറ്റിലായിട്ട് വാങ്ങിച്ചത് വീട്ടിലുണ്ടായിരുന്നു. അതും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഈ ഓൾറെഡി ഉള്ള മണ്ണിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫൈനൽ ഐറ്റമാണിത്. ഇത് നമ്മൾ ഈ ചെടിയൊക്കെ വാങ്ങുന്ന ഒരു കടയിൽ നിന്ന് തന്നെ, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്താണെങ്കിൽ നിങ്ങൾ കനകക്കുന്നിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല മണ്ണ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ 2-3 ചാക്കിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എള്ളുപൊടി, ചാണകപ്പൊടി, പിന്നെ എന്തെങ്കിലും പൊടികളിട്ടോ? ഇല്ല, എൻ്റെ അറിവിലിട്ടിട്ടില്ല. പിന്നെ ഈ റെഡ് സോയിൽ, അത് ശരിക്കും ഇത് ചെളിയാവരുത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഇത് കട്ടി പിടിക്കാൻ പാടില്ല. അപ്പോൾ തരിതരിയായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെടിയാവാത്ത മണ്ണും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ വാഴപ്പിടി കാര്യമല്ല പറയണത്, അടീനത്തിന്റെ കാര്യം പറഞ്ഞു, വാഴയുടെ കാര്യമല്ല. വാഴ കേട്ടോ, 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ചെടിയായിരുന്നു. പക്ഷേ
അതിനെ നേരെ പരിചരിക്കാത്തതുകൊണ്ട് അതിനകത്ത് പുഴു കയറി ഗായ്സ്. അത് ഈ അവസ്ഥയിൽ കിട്ടി. ഇനി ഇതിനെ ജീവിപ്പിക്കാൻ പറ്റുമോ അറിയില്ല, നോക്കാം. ഒരാൾ ജീവൻ കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇതാണ് രണ്ടാമത്തെ ചെടി, ഞങ്ങൾ വാങ്ങിയ രണ്ടാമത്തെ ചെടി. ഇങ്ങനെ കുലുങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഇതുപോലെയുള്ള വലിയ വലിയ റൂട്ട്സ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഗ്രോത്ത് വന്ന് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി വെട്ടിക്കളഞ്ഞ് ഫംഗൽ പൗഡർ തേച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ കറക്റ്റ് സൈസിന്, ഇത് എപ്പോഴും നമ്മൾ ചട്ടി എടുക്കുമ്പോഴത്തേനും അടീനം അതിനകത്ത് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള, അതായത് വലിയ വലിയ ചട്ടികൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ പുതിയ സെറ്റ് അടീനിയം നടാൻ വേണ്ടി വാങ്ങിയ ചട്ടികളാണിത്. അപ്പോൾ ഇതിനകത്ത് ഇത് എങ്ങനെ നിൽക്കുന്നു ഏകദേശം ഒരു ഐഡിയ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ വാങ്ങിയ ചട്ടികളിൽ ഹോളില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഇതിൽ കെട്ടി നിൽക്കാനോ വെള്ളം ഒട്ടും വേണ്ടാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ അതിനെ നടുമ്പോൾ അതിൽ ഹോളില്ലെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് ചല്ലികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം സ്പേസും പിന്നെ ഇതുപോലെ വെള്ളത്തിന് ഇറങ്ങി പോകാൻ വേണ്ടിയുള്ള ക്യാപ്പൊക്കെ ഇടാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ചല്ലികളൊക്കെ വാരിയിട്ടിട്ട് പിന്നെയാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതുപോലെ ഓരോ ചട്ടികളെടുത്ത് ഇതുപോലെ ചെയ്ത് ഈ ഓരോ അടീനിയങ്ങളെ നമുക്ക് നടണം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് വരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എല്ലാ അധീനവും റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരേ സമയത്ത് വാങ്ങിയതാണ്, പക്ഷേ ചിലതൊക്കെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റീപ്പോർട്ട് ചെയ്തത് ഏകദേശം നിങ്ങൾ തന്നെ എണ്ണിക്കോ, എനിക്ക് എണ്ണാൻ വയ്യ, ഒരു 15+ ഉണ്ട്. ചിലതൊക്കെ ടാഗ് അന്ന് അവർ തന്ന ആ ഫ്ലവറിൻ്റെ ടാഗാണ്, അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് കൊടുക്കാൻ പറ്റിക്കുന്നതാണെന്ന്. സോ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ഞാൻ പിന്നെ നിങ്ങളെ അറിയിക്കാം. ഓക്കെ. സോ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ് എല്ലാവരും കണ്ടല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1.5-2 വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്യണത്. അതിനിങ്ങനെ സമയമൊന്നുമില്ല, നമ്മളതിനെ നോക്കുക. അപ്പോൾ ഇങ്ങനെ അഴുകുന്ന പോലെയൊക്കെ തോന്നിയാൽ ഉടനെ തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു തവണ എങ്കിലും ചെയ്യുക. പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഷെയ്ഡിൽ ഞങ്ങളിപ്പോൾ വെച്ചതുപോലെ ഷെയ്ഡിൽ ഒരു 2 ആഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ എടുത്ത് വെയിലത്തേക്കാവും. പിന്നെ വെയിലത്ത് എത്ര നാളോടെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. മഴയാണെങ്കിൽ ഒരുപാട് മഴ കൊള്ളാതെ എടുത്ത് മാറ്റണം. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ശരി, ഞാൻ തളർന്ന് ഗൈസ് വീഡിയോ എടുത്ത് ഇനിതാ കണ്ടില്ലേ, എനിക്കിതൊക്കെ വൃത്തിയാക്കണം. അപ്പം കാണാം. ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ പറയണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും കാണാത്തവരും കാണണമെന്നുള്ളവരും എല്ലാവരും കാണുക, എന്നിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്ക് മിക്കവാറും അറിഞ്ഞുകൂടായിരിക്കും, പക്ഷെ ഞാൻ ആരുടെടുത്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.